വൈശാലി ഭാഗം 19. ഇനി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കാനാണെങ്കിൽ ഞാൻ നല്ലത് പറയും വൈശാലി. ഗൗരവത്തിലാണ് അവനത് അവളോട് പറഞ്ഞത്. അവൾക്കതിൽ മറുപടിയൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവൾ അതെല്ലാം കേട്ടിരുന്നു. താൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്ട്രോങ് ആയി നിന്നിരുന്നെൻ്റെ വൈശ ടീച്ചർ ഇപ്പോൾ ഭയങ്കര പാവമായി പോകുന്നു. അവൻ അവളെ നോക്കി തന്നെ വീണ്ടും പറഞ്ഞു. അത് ശരിയാണെന്ന് അവൾക്കറിയാം. അത് വേണ്ട നമുക്ക്. എന്നിലേക്ക് നീ ഡിപ്പെൻഡ് ആവരുത്. എല്ലാം പഴയതുപോലെ മതി. ഈ ഒരു സ്നേഹം, പാവത്തം, അതൊക്കെ എൻ്റെ അടുത്ത് മാത്രം മതി. എൻ്റെ കുട്ടി അങ്ങനെ തന്നെ മതി. വിഷ്ണു അവളുടെ കവിളിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ മൂളി. അവൾ ഓക്കെ ആയി എന്ന് കണ്ടതും ഇത്ര നേരം ഗൗരവത്തിലിരുന്നിരുന്നവൻ്റെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരട്ടെ? അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു വന്നു. വൈശാലി പിന്നിലേക്ക് ആഞ്ഞു പോയി. വീണ്ടും അവൻ അടുത്തേക്ക് വന്നതും അവൾ കട്ടിലിലേക്ക് വീണു പോയിരുന്നു. അവൻ്റെ മുഖം അടുത്ത് കണ്ടതും അവളുടെ മുഖത്ത് പതർച്ച നിറഞ്ഞു. പക്ഷേ പൊടുന്നനെ അവളുടെ മുഖം ഒന്ന് ഗൗരവത്തിലായി. അങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കി തരണ്ട. അത് പറഞ്ഞ് അവൾ വിഷ്ണുവിനെ ഒന്ന് തള്ളി. അവൻ കട്ടിലിൻ്റെ മറുവശത്തേക്ക് വീണുപോയി. ആ സമയം കൊണ്ട് വൈശാലി കട്ടിലിൽ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് മാറിയിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് വൈശാലി അവനെ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ നോക്കി. വിഷ്ണു അങ്ങനെ തന്നെ കിടന്ന് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മോൻ ഇവിടെ കിടക്ക്, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളെ അവൻ അപ്പോഴേക്കും വന്ന് കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തിയിരുന്നു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു കിസ് തന്നിട്ട് പോവാം. അവൻ്റെ ശബ്ദത്തിൽ കുസൃതിയും പ്രണയവും ഒരുപോലെ നിറഞ്ഞു നിന്നു. വൈശാലി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അവൻ്റെ കൈകൾ അവളുടെ കവിളിനും കഴുത്തിനും ഇടയിൽ നിന്നു. അവൻ പെരുവിരൽ ഉപയോഗിച്ച് അവളുടെ കവിളിൽ ഒന്ന് തലോടി. വൈശാലിയുടെ മുഖം ചുവന്നു വന്നു. അത് അവനുള്ള സമ്മതമാണെന്ന് അവനറിയാം. പക്ഷേ അവളുടെ മറുപടി വേണമായിരുന്നു അവന്. ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞു നിന്നു. വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നുമില്ല. പക്ഷേ അടുത്ത നിമിഷം വൈശാലി ഉയർന്നു വന്ന് അവൻ്റെ ചുണ്ടുകളെ പുണർന്നിരുന്നു. ദീർഘമായ ആ ചുംബനം അവസാനിക്കുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ദന്തക്ഷതമുണ്ടായിരുന്നു. അത് ഒരു സൗമ്യമായ രീതിയിലുള്ള ചുംബനമായിരുന്നില്ല. ഇരുവർക്കും വല്ലാത്തൊരു ആവേശമായിരുന്നു പരസ്പരം ചുംബിക്കപ്പെടുവാനായിട്ട്. അവൾക്ക് അവനിനാൽ ചുംബിക്കപ്പെടാനും അവന് അവളിനാൽ ചുംബിക്കപ്പെടുവാനും ആവേശമായിരുന്നു. ആദ്യമായിട്ട് നോവറിഞ്ഞുകൊണ്ടുള്ളൊരു ചുംബനം തന്നെയായിരുന്നു ഇരുവർക്കുമിടയിൽ അന്നേരം ഉണ്ടായത്. ചുംബനം അവസാനിപ്പിച്ച് ഇരുവരും വിട്ടുമാറുമ്പോൾ അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചെറിയ രക്തത്തുള്ളി അവൻ അവൻ്റെ വിരലിനാൽ തുടച്ചു നീക്കി. കലങ്ങിയ കണ്ണുകളോടെ വൈശാലി വിഷ്ണുവിനെ നോക്കി. അവൻ്റെ നോട്ടവും അവളിലേക്ക് തന്നെയായിരുന്നു. പ്രണയം ഇരുവരുടെയും ഉള്ളിൽ ഒരു കടലിരമ്പും പോലെ ഇരമ്പി. വീണ്ടും തൻ്റെ മുഖത്തിനടുത്തേക്ക് വരുന്ന അവനെ കണ്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് ഒന്ന് പിന്നിലേക്ക് തള്ളി. വിഷ്ണു പിന്നിലേക്ക് ആഞ്ഞു പോയ സമയം കൊണ്ട് വാതിൽ തുറന്ന് മുറിക്ക് പുറത്തേക്ക് ഓടിയിരുന്നു വൈശാലി. അവളുടെ ഓട്ടം കണ്ട് വിഷ്ണു ചിരിച്ചുപോയി. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അവിടെ മുത്തശ്ശിയും മാളവികയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. വൈശാലി മുകളിലേക്ക് കയറിപ്പോയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മുന്നിലേക്ക് എങ്ങനെ ചെന്ന് നിൽക്കും എന്നാലോചിക്കുമ്പോൾ അവൾക്കാകെ എന്തോ പോലെ തോന്നി. ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാകും വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ടുള്ള വരവാണെന്ന്. പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ലെങ്കിലും ഒരു ചളിപ്പ്. എങ്കിലും കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ വൈശാലി അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഇവിടെ കാണാതായപ്പോൾ മോള് പോയിന്ന് കരുതി ഞാൻ. മാളൂട്ടിയും പറഞ്ഞു മോൾ എവിടെ പോയിന്ന് കണ്ടില്ലായിരുന്നു എന്ന്. അവളെ കണ്ടപ്പോൾ തന്നെ യാതൊരു അസ്വാഭാവികതയും കൂടാതെ മുത്തശ്ശി ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശി, ഞാൻ വിഷ്ണു വിളിച്ചിട്ട് മുകളിലേക്ക്. ആ മനസ്സിലായി. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ഒരു ചെറിയ കളിയാക്കലുണ്ടായിരുന്നുവെങ്കിലും വൈശാലി ചമ്മിപ്പോയ മുഖം ഗൗരവത്തിൽ തന്നെ പിടിച്ച് അതൊഴിവാക്കി. സോഫയിലേക്ക് ഇരിക്കുമ്പോൾ വൈശാലിയുടെ കണ്ണുകൾ മാളവികയുടെ മുഖത്തേക്കൊന്ന് എത്തി നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും നോട്ടം വൈശാലിയിലേക്ക് തന്നെയാണ്. വൈശാലി മാളവികയെ നോക്കുന്നത് അവൾ കണ്ടതും വൈശാലി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം സോഫയിലേക്ക് ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിഷ്ണു റെഡിയായിട്ട് ഇറങ്ങി വന്നു. നീ ഇതെങ്ങോട്ട് പോകുന്നു? എവിടെയോ പോകാനെന്ന രീതിയിൽ ഒരുങ്ങിയിറങ്ങി വരുന്ന വിഷ്ണുവിനെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചു. അടുത്ത മാസം എൻ്റെ കല്യാണമാണ്, മുത്തശ്ശി മറന്നുപോയോ? അവൻ അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അതെനിക്കറിയാം, ഞാൻ അതല്ല ചോദിച്ചത്. ഇപ്പോൾ നീ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നാണ്. ഞാൻ ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വൈശാലി പോകാം. വിഷ്ണു വൈശാലിയുടെ നേർക്ക് തിരിഞ്ഞു. അവൾ അവനെ അന്തം വിട്ട് നോക്കി. കാരണം ഇപ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് തന്നെ അവൾ അറിയുന്നത്. അവിടെ പോകുമ്പോൾ തന്നെ കൂട്ടുപിടിക്കുന്നത് എന്തിനാണെന്ന രീതിയിലാണ് വൈശാലി വിഷ്ണുവിനെ നോക്കിയത്. മോള് പോകുന്നുണ്ടോ ഇവൻ്റെ കൂടെ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ പോകുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല മുത്തശ്ശി ഇവിടെ പോകുന്ന കാര്യം. ഡ്രസ്സ് പോലും വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ വരുന്നില്ല, വിഷ്ണു തനിയെ പോയാൽ മതി. വൈശാലി അതിനെ എതിർത്ത് പറഞ്ഞതും വിഷ്ണു അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. പക്ഷേ അതിലും നല്ല രീതിയിൽ അവൾ അവനെ തിരിച്ചൊന്ന് നോക്കിയതും വിഷ്ണു ഒന്ന് അടങ്ങി. എന്തായാലും ഇവൻ്റെ കൂടെ മോള് കൂടി പൊയ്ക്കോ, അതൊരു നല്ല കാര്യമാണ്.
കാരണം കാര്യങ്ങളൊക്കെ ഇവൻ മാത്രം നടന്നാൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. മുത്തശ്ശി തീർപ്പ് പോലെ പറഞ്ഞതും വൈശാലിയുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് വിഷ്ണുവിൻ്റെ നേർക്കാണ്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. മുത്തശ്ശിയെ എതിർക്കാൻ തോന്നാത്തത് കൊണ്ട് വൈശാലി അത് പറഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങി. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. വിഷ്ണു പറഞ്ഞതും വൈശാലി കനത്തിലൊന്ന് മൂളിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു. മുത്തശ്ശി അവനെ ഗൗരവത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. അവരെ നോക്കി ചമ്മിയ പോലെ ഒരു അളിഞ്ഞ ചിരിയും ചിരിച്ച് വിഷ്ണു കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ വൈശാലി ഒരു പ്ലെയിൻ യെല്ലോ കളർ സാരി ഉടുത്ത് പുറത്തേക്കിറങ്ങി വന്നിരുന്നു. മുറ്റത്ത് കാറുമായി നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടിട്ടും അവനെ മൈൻഡ് ചെയ്യാതെ വാതിലെല്ലാം അടച്ചവൾ കാറിനകത്ത് വന്നിരുന്നു. മാഡം കലിപ്പാണോ? എനിക്കാരോടും കലിപ്പൊന്നുമില്ല. പിന്നെന്താണ് മൊത്തത്തിലൊരു ഏറുപിടുത്തം? ഒന്നുമില്ല, വണ്ടി എടുക്കാൻ നോക്ക്. വൈശാലി ഗൗരവത്തിലാണെന്ന് കണ്ടതും വിഷ്ണു പിന്നെയൊന്നും ചോദിക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ദേഷ്യമാണോ? എന്തിന്? തന്നോട് പറയാതെ ഇതൊക്കെ ചെയ്തതിന്. നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നതിന് ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എൻ്റെ പൊന്നെ, മനഃപൂർവ്വം ചെയ്തതല്ല. മുറിയിൽ നിന്ന് നീ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ സുധി വിളിച്ച് പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആ കണിയാരത്തെ ഓഡിറ്റോറിയം കിട്ടില്ല, അത് ആ ദിവസം ബുക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി വല്ല റിസോർട്ട് വല്ലതും നോക്കാമെന്ന്. അത് ഡയറക്റ്റ് പോയിട്ട് അന്വേഷിക്കാമെന്ന് കരുതി പോകുന്നതാണ്. വിഷ്ണു പറഞ്ഞതും വൈശാലി അവനെ നോക്കി ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടി കള്ളപരിഭവം കാണിച്ചു. നേരത്തെ മാളവികയെക്കുറിച്ച് സംസാരിച്ചിരുന്നതിൽ നിന്ന് വൈശാലിയെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് വിഷ്ണു ഇപ്പോൾ പോകുമ്പോൾ അവളെയും കൂട്ടി പുറത്തേക്ക് പോകാമെന്ന് കരുതിയത്. എത്രയൊക്കെ ആ കാര്യം മനസ്സിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാലും വൈശാലിയുടെ ചിന്ത വീണ്ടും അതിൽ തന്നെ വന്ന് നിൽക്കുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് വിഷ്ണുവിനറിയാം. ഇന്നത്തെ അവളുടെ സംസാരത്തിൽ നിന്നും അവളുടെ മനസ്സിലും ഹൃദയത്തിലും വിഷ്ണു എത്രത്തോളം സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നത് അവന് മനസ്സിലായ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ തന്നെപ്പറ്റിയുള്ള ചിന്തകൾക്കിടയിൽ വീണ്ടും മാളവിക കടന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. വീണ്ടും അതുതന്നെ ചിന്തിച്ചിരിക്കുന്നതിൽ നിന്നും അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി കൂടിയാണ് വിഷ്ണു അവളുമായി പുറത്തേക്ക് ഇറങ്ങിയത്. സുധി പറഞ്ഞതനുസരിച്ച് അവരുടെ നാട്ടിൽ തന്നെയുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റിസോർട്ടാണ് വിവാഹ ആവശ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്തത്. വൈശാലിക്കും അതിൽ പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രനാളും ജോലിയെടുത്തുണ്ടാക്കിയതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു തരി പോലും വെറുതെ പാഴാക്കി കളഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ താൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി തനിക്ക് സ്വന്തമാകുന്നത് അല്പം ആർഭാടത്തിൽ നടത്തിയാലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് അവൾക്ക്. വിഷ്ണു കരുതിയത് ഇത്ര വലിയ റിസോർട്ടിൽ വെച്ച് വിവാഹം നടത്തുന്നത് വൈശാലി എതിർക്കുമെന്നായിരുന്നു. പക്ഷേ വൈശാലിയുടെ ആ ചിന്ത വിഷ്ണുവിനെ പോലും ഞെട്ടിച്ചു കളയുന്ന രീതിയിലായിരുന്നു. ഇരുവരും തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം രാത്രിയായിരുന്നു. മുത്തശ്ശിയുടെ അടുത്ത് മാളവികയുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു ഇരുവർക്കും. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും വൈശാലിയുടെ ടെൻഷനും ആകുലതകളും എല്ലാം മാറ്റിയെടുക്കാൻ വിഷ്ണുവിനെ കൊണ്ട് സാധിച്ചിരുന്നു. തിരിച്ചു വന്നിട്ടും പിന്നെയും വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാതെ വൈശാലി വീട്ടിലേക്ക് പോയി. അവളോട് യാത്ര പറഞ്ഞ് അവൻ കാർ വീട്ടിലേക്ക് കയറ്റി. വിഷ്ണു തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ മാളവികയാണ് അവന് വാതിൽ തുറന്നു കൊടുത്തത്. രാത്രി ഏകദേശം 10 മണിയോടടുപ്പിച്ചായിട്ടുണ്ട് ഇരുവരും തിരിച്ചെത്തിയപ്പോൾ. മാളവികയുണ്ട് എന്നൊരൊറ്റ ധൈര്യത്തിലാണ് വിഷ്ണു ഇത്രയും സമയം വൈകി വന്നത്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 7 മണി. അതിനുള്ളിൽ മുത്തശ്ശിയുണ്ടെന്ന ചിന്തയിൽ വേഗം വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും ഇനി എന്തെങ്കിലും കാരണവശാൽ താൻ വരാൻ വൈകിയാലും മുത്തശ്ശി താൻ വരുന്നത് വരെ കാത്തിരിക്കാറുമുണ്ട്. മാളവിക വന്ന് വാതിൽ തുറന്നതും അവൻ അവളെ അധികം ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി. പക്ഷേ ലിവിംഗ് റൂമിൽ നോക്കിയിട്ടും മുത്തശ്ശിയെ കാണാതെയായതും അവൻ്റെ മുഖം സംശയത്താലൊന്ന് ചുളിഞ്ഞു. സാധാരണ സംസാരമെല്ലാം കഴിഞ്ഞ് 10 മണി എന്തായാലും കഴിയും കിടക്കുവാനായിട്ട്. ഇത്ര നേരത്തെ മുത്തശ്ശി കിടന്നോ? അവന് സംശയം തോന്നാതിരുന്നില്ല. കാരണം എത്ര വൈകി വന്നാലും തന്നെ കാത്തിരിക്കുന്ന ആളാണ് മുത്തശ്ശി. അങ്ങനെയുള്ളപ്പോൾ ഇത്ര വേഗം കിടന്നു എന്നുള്ളത് അവനിൽ സംശയമുളവാക്കി. മുത്തശ്ശി കിടന്നോ? മുത്തശ്ശിയുടെ അനക്കമൊന്നുമില്ല എന്ന് കണ്ടതും തൻ്റെ മനസ്സിലുള്ളത് സത്യമാണോ എന്നറിയാൻ വേണ്ടി വിഷ്ണു മാളവികയോടൊന്ന് ചോദിച്ചു. മുത്തശ്ശി കിടന്നു വിച്ചുവേട്ടാ. മാളവിക പറഞ്ഞതും വിഷ്ണു അവളെ ഒന്ന് നോക്കി. നിഷ്കളങ്കമായ അവളുടെ മുഖഭാവം കണ്ടതും അവൻ മുറിയിലേക്ക് പോകാനായി മുകളിലേക്കുള്ള പടി കയറി. കഴിക്കുന്നില്ലേ വിച്ചുവേട്ടാ? ഞാൻ കഴിക്കാനെടുക്കാം. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞ് വിഷ്ണു മുകളിലേക്കുള്ള പടി കയറി. അപ്പോഴും താൻ വരുന്നത് വരെ കാത്തിരിക്കാതെ എന്താണ് മുത്തശ്ശി ഉറങ്ങിയത് എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അതിൻ്റെ സെഡേഷൻ ഉണ്ടാവും, അങ്ങനെ ഉറങ്ങിപ്പോയതാകും എന്ന് ചിന്തിച്ച് വിഷ്ണു ആ കാര്യം നിസ്സാരമട്ടിൽ വിട്ടുകളഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.